നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ചെറുപ്രായത്തിലെ ജീവനൊടുക്കുന്ന പ്രവണത നമ്മുടെ കുട്ടികൾക്കിടയിൽ അതിരൂക്ഷമായി ചില സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കോവിഡ് കാലത്താണ് കുട്ടികളുടെ ആത്മഹത്യ ഓരോ ദിവസവും ഉയർന്നു വരുന്ന സാഹചര്യം, ഉയർന്നു വരുന്ന കണക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഞെട്ടലോടുകൂടിയാണ് നമ്മൾ എല്ലാവരും കേട്ടത്. ആത്മഹത്യ ചെയ്യാൻ വലിയ കാരണങ്ങളൊന്നും വേണ്ട, ചെറിയ ചെറിയ കാരണങ്ങൾ മതിയാകും എന്നുള്ളത്. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും വരുന്നത് അത്തരത്തിലൊരു വാർത്തയാണ്. സഹോദരൻ TV റിമോട്ട് നൽകാത്തതിനെ തുടർന്ന മാനസിക വിഷമത്തിൽ 12 വയസ്സുകാരൻ ജീവനൊടുക്കിയ വാർത്ത വരുമ്പോഴാണ് നെറ്റ് നമ്മൾ ചുളിച്ചു പോകുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. എടാ മോനെ, നീങ്ങ താഴെ ഇറങ്ങടാ, ഞങ്ങൾ നിനക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം പോലീസുകാരും ഒരു പറ്റം നാട്ടുകാരും ചേർന്ന് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഒരു കുട്ടി കരഞ്ഞ് നിലവിളിച്ച് ഓടുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഓടിക്കൂടുമ്പോൾ അവിടെ താഴെ നിന്ന ജനങ്ങൾ അവനോട് പറയുന്നു, മോനെ നീ താഴെ ഇറങ്ങുന്നു പറയുന്നു. അപ്പോൾ ആളില്ലാത്ത ഭാഗത്തേക്ക് ആ കുട്ടി ഓടുമ്പോൾ അവിടെയും ആള് ഓടിക്കൂടുന്നു. അങ്ങനെ ആ കുട്ടി വല്ലാത്ത മാനസിക വിഭ്രാന്തി കാണിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. കാരണം എന്താണ്? ഫോണ് മാതാപിതാക്കൾ കൊടുത്തില്ല. കളിക്കാൻ ചോദിച്ചപ്പോൾ ഫോൺ കൊടുത്തില്ല. അതാണ് പ്രധാന പ്രശ്നം. ഇത്തരത്തിൽ പലതരത്തിലും ഇതിനു മുൻപും സഹോദരന്റെ ഫോൺ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് തൂങ്ങി മരിച്ച വിദ്യാർത്ഥികൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കിണറ്റിൽ ചാടിയ കുട്ടികൾ ഉണ്ടാകുന്നു. കിണറ്റിൽ ചാടി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ സഹോദരൻ മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ അയ്യോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പല വിഷയങ്ങളും സമൂഹ മാധ്യമങ്ങൾ നിറയുകയാണ്. അല്ലാതെ അറിഞ്ഞുകൊണ്ട് മരണം തിരഞ്ഞെടുക്കുമെന്നല്ല, അല്ലാതെ തന്നെ കുളത്തിൽ വീണും തോട്ടിൽ വീണും കായലിൽ വീണും അതുപോലെ തന്നെ കടലിൽ മുങ്ങി മരിച്ചുമുള്ള മരണങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പാലക്കാട് തച്ചമ്പാറ മുതുകുറിശി ഭഗവതി പറമ്പിൽ പ്രമോദിന്റെ മകൻ പ്രദോഷ് ആണ് മരിച്ചത്. വീടിന്റെ തട്ടിൻപുറത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. തച്ചമ്പാറ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച പ്രദോഷ്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം സഹോദരനും ഈ സഹോദരൻ രണ്ടുപേരും കൂടി ചേർന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇളയ സഹോദരൻ വെച്ച ചാനലല്ല കാണേണ്ടിയിരുന്നത്, മറ്റൊരു ചാനലാണ് കാണേണ്ടത്. അങ്ങനെ ഇവർ രണ്ടും തർക്കം മൂർച്ഛിച്ചു. അങ്ങനെ റിമോട്ട് കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വഴക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്നാണ് തൂങ്ങി മരിച്ചത് എന്നാണ് വിവരം വരുന്നത്. കുഞ്ഞുങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള മാനസിക സംഘർഷം നിലവിൽ ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഒന്നും താങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അമ്മയൊന്ന് തുറച്ചു നോക്കിയാൽ പോലും അത് പറ്റില്ല, ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ. അമ്മയൊന്ന് വഴക്ക് പറഞ്ഞാൽ, അച്ഛനൊന്ന് വഴക്ക് പറഞ്ഞാൽ, അച്ഛനൊന്ന് അടിച്ചാൽ, ഒന്ന് ശകാരിച്ചാൽ ഒക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ കയറെടുക്കുകയാണ്, തൂങ്ങി മരിക്കുക എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ജീവൻ എടുക്കുക എന്ന ചിന്തയിലേക്ക് വരികയാണ്. ഒരു പക്ഷേ കളിക്ക് നാട്ടുകാരെ അല്ലെങ്കിൽ ആളുകളെ പേടിപ്പിക്കാൻ ചെയ്തതാകാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തുന്നു. അക്ഷരാർത്ഥത്തിൽ പാലക്കാട്ടെ ജനങ്ങൾ ഞെട്ടലോട് കൂടിയാണ് വാർത്ത കേൾക്കുന്നത്. മാനസികമായി തകർന്നൊരവസ്ഥയാണ് സഹോദരനുള്ളത്. എന്തായാലും ഇത്തരത്തിൽ കുഞ്ഞുകുട്ടികൾ അടക്കമുള്ളവർ ഇത്തരത്തിൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അത് തിരഞ്ഞെടുക്കുന്നത് തന്നെ തെറ്റായ ഒരു ചിന്തയാണ്. ആ ചിന്ത മാറ്റുക. നമ്മളൊക്കെ തന്നെ പഠിച്ച് വളർന്ന് വരേണ്ട പ്രായം ഒക്കെ കഴിഞ്ഞു വന്ന പലരുമുണ്ട്. അവർ കടന്നുപോയ പല ദുഃഖമായിട്ടുള്ള കഷ്ടപ്പാടും വഴികളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്വർഗ്ഗമാണ് എന്ന് പലരും പറയാറുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അതുകൂടി ശ്രദ്ധിക്കുക. എന്തായാലും കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് സംസാരിക്കാനോ ഒക്കെയുള്ള വഴി തുറന്നു കൊടുക്കേണ്ടതും അനിവാര്യമാണ്.